ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗം. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരു പ്രത്യേക ദൗത്യത്തോടുകൂടി അയക്കുകയാണ്. അവിടുന്ന് 3 വർഷക്കാലം ഫോർമേഷൻ കൊടുത്ത്, ട്രെയിനിങ് കൊടുത്ത്, നന്നായി പരിശീലിപ്പിച്ചെടുത്ത ശിഷ്യന്മാരെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് അയക്കുന്നു എന്നതാണ് സത്യം. താൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ ബോധ്യപ്പെട്ട് ജനസമൂഹത്തിൻ്റെ ഇടയിൽ വചനം പ്രഘോഷിച്ച് അതിൻ്റെ റിപ്പോർട്ടുമൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പോരായ്മകളും തിരുത്തലുകളും ഒക്കെ കൊടുത്ത് വീണ്ടും അവരെ സജീവമാക്കി രംഗത്തേക്ക് അയക്കുക. താൻ കടന്നുപോയി കഴിയുമ്പോൾ ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം അവരേറ്റെടുത്ത് മുന്നോട്ട് പോകണം. ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ക്രിസ്തു ശിഷ്യനെ ദൈവം യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, യാത്രയുടെ സുരക്ഷിതത്വം തരുന്ന ഒരു മേഖലയിലും നീ വ്യാപരിക്കണ്ട. 2 ഉടുപ്പ് വേണ്ട, ഊന്നുവടികൾ വേണ്ട, മടിശീലയിലെ പണം വേണ്ട. നീ പൊക്കോ, നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച് യോഗ്യതയുള്ള ഒരുവൻ്റെ ഭവനത്തിൽ താമസിക്കുക. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ വാങ്ങിക്കഴിച്ച് സന്തോഷമായിട്ട് അവിടെ ജീവിക്കുക. അടുത്ത ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവരുമായിട്ട് അങ്ങനെ ഇടപഴകി ജീവിക്കുക. അതിനപ്പുറത്ത് നിൻ്റേതായ കരുതലുകൾ ഒന്നും ആവശ്യമില്ല. നീയായിട്ട് ഒന്നും ചേർത്ത് വയ്ക്കണ്ട. എല്ലാം ദൈവം പദ്ധതി ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ വചനപ്രഘോഷണത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുമ്പോൾ അവരുടെ ഒരു വാക്ക് പോലും പാഴായി പോകില്ല എന്നും യേശുനാഥൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. നിന്റെ വചനം കേൾക്കാൻ മനസ്സുള്ളവരുടെ ഹൃദയത്തിൽ, നിന്റെ സമാധാനാശംസ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവവചനം ആഴത്തിൽ വേരുപാകും. എന്നാൽ ആരെങ്കിലും നീ പറയുന്ന വചനം കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ, നിന്റെ വചനത്തിന് ചെവി കൊടുക്കാൻ അവർ തയ്യാറായില്ല എങ്കിൽ നിന്റെ കാലിലെ പൊടി തട്ടിക്കളയുക. അന്ത്യവിനാഴികയിൽ സോദോം ഗൊമോറ പട്ടണങ്ങളെക്കാൾ, ടൈർ സീദോൻ ദേശങ്ങളെക്കാൾ ആ നഗരങ്ങൾ കൂടുതൽ വേദനിക്കേണ്ടി വരും. എത്രയോ കൃത്യമായ നിർദ്ദേശങ്ങൾ, എത്രയോ കൃത്യമായ ഫോളോ അപ്പ്, എത്രയോ കൃത്യമായ സംവിധാനം എല്ലാം ഈശോ ഒരുക്കി കൊടുത്തിട്ടാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. ഓരോ ശിഷ്യനും കടന്നു പോകുന്ന ഭവനം പോലും ഒരുപക്ഷെ അവിടുത്തെ മുമ്പിൽ വളരെ വ്യക്തമാണ്. അവരൊക്കെ കടന്നു ചെന്ന് യേശുവിനെ പ്രഘോഷിക്കുന്നു. അവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കപ്പെടുന്നു. ദൈവരാജ്യം സമൃദ്ധിയിൽ ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്നും അവൻ്റെ ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ ദൗത്യമേറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ അപ്പസ്തോലന്മാരെന്ന നിലയിൽ തിരഞ്ഞെടുത്ത 12 പേരെയാണ് ഈ ദൗത്യമേൽപ്പിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ഈ പണി മെത്രാന്മാരും അച്ഛന്മാരും ചെയ്യട്ടെ എന്നല്ല നമ്മൾ കരുതേണ്ടത്. എനിക്കും നിങ്ങൾക്കും ഒരു റോളുണ്ട്. ഈ സമൂഹത്തിൽ ഓരോ ക്രിസ്ത്യാനിക്കും ഒരു റോളുണ്ട്. അവനായിരിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. അവനായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന് കർമ്മസാക്ഷ്യം വഹിക്കുക. നിന്റെ ജീവിതത്തിലൂടെ ഈശോയെ കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. വെറുതെ വാചക കസർത്തല്ല നടത്തേണ്ടത്. പ്രസംഗിച്ച് തള്ളുകയല്ല വേണ്ടത്. ജീവിച്ച് കാണിക്കണം തമ്പുരാനെ. നിന്റെ ജീവിതത്തിൻ്റെ ശൈലികൾ, നിന്റെ ജീവിതത്തിൻ്റെ പദപ്രയോഗങ്ങൾ, നിന്റെ പെരുമാറ്റ രീതികൾ, ഇതെല്ലാം യേശുവിനെ സംവേശിപ്പിക്കുന്നതാകണം. മറ്റുള്ളവർക്ക് തമ്പുരാനെ കൊടുക്കുന്നതായി മാറണം. ഞാൻ സൂചിപ്പിക്കാറുള്ളതുപോലെ എൻ്റെയും നിങ്ങളുടെയും പേരിൻ്റെ തുമ്പത്തുള്ളൊരു തോമസും മാത്യുവും
ആൻ്റണിയും എബ്രാഹവും ഒന്നും അല്ല നിൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കേണ്ടത്. നീ ക്രിസ്ത്യാനിയാണെന്ന് തെളിയിക്കേണ്ടത് നിൻ്റെ സംസാരത്തിലൂടെയാണ്, നിൻ്റെ പെരുമാറ്റത്തിലൂടെയാണ്, നിൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളിലൂടെയാണ്. അവിടാണ് നമ്മൾ വിജയിക്കുക. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അഴിമതിയും നടത്തുന്ന ക്രിസ്ത്യാനി, കഞ്ചാവ് കച്ചവടവും ലഹരി മാഫിയയുമായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനി, കള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവൻ, ദൈവത്തിന് നിരക്കാത്ത ജീവിത ശൈലികളിലൂടെ നടക്കുന്നവൻ, അവനൊന്നും ക്രിസ്ത്യാനി എന്ന പേരിന് പോലും അർഹനല്ല. കാരണം ജീവിതത്തിലൂടെ കർത്താവിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല അവർക്കാർക്കും. അത് നമ്മളിൽ ആര് ചെയ്താലും, നമ്മുടെ ആരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാലും തമ്പുരാന് അതിന് വലിയ വില നമ്മളോട് വാങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉത്തരവാദിത്വം, ഇതെൻ്റെ ഔദാര്യമല്ല. അവനെ പ്രഘോഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് ബോധ്യമില്ലാത്ത ഒരു തമ്പുരാനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, പകർന്നു നൽകാൻ എനിക്കാവില്ലല്ലോ. അതുകൊണ്ട് യേശുവിനെ ജീവിതത്തിൽ ബോധ്യത്തോടെ പ്രഘോഷിക്കാൻ നിനക്ക് സാധിക്കണം. അവൻ നിന്നെ കൈപിടിച്ച് നടത്തിയ വഴികളെ ഓർത്ത് അഭിമാനത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഞാൻ പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിലാണ് എന്ന്, എൻ്റെ തമ്പുരാൻ എനിക്കെല്ലാത്തിനും പോരുന്നവനാണ് എന്ന് വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ആരുടെയും മുമ്പിൽ നഷ്ടധൈര്യരാകാൻ നമുക്കിടവരരുത്. എൻ്റെ തമ്പുരാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനല്ല എന്ന് നീ പറയുന്നുണ്ട് എങ്കിൽ നീ തെറ്റാണ് പറയുന്നത് എന്ന് നീ തിരിച്ചറിയണം. നിൻ്റെ ഏത് ആവശ്യമാണ് തമ്പുരാൻ നിറവേറ്റി തരാത്തത്? നിൻ്റെ ഏത് ജീവിത സാഹചര്യത്തിലേക്കാണ് തമ്പുരാൻ ഇറങ്ങി വരാത്തത്? നിൻ്റെ കാര്യത്തിൽ നിന്നേക്കാളും ശ്രദ്ധാലുവാണ് നിൻ്റെ ദൈവം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നീ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കാത്തത്. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പൗലോസ്ലീഹായോട് പറഞ്ഞ തമ്പുരാൻ ആ കൃപയിലൂടെ നമ്മളെ നടത്തും. തക്ക സമയത്ത് നിന്നെ അവിടുന്ന് ഉയർത്തും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിൻ്റെ ഉത്കണ്ഠകളും ആകുലതകളുമെല്ലാം അവൻ്റെ പാദാന്തികത്തിൽ നീ അർപ്പിക്കുക. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ ദൈവം കാലവിളംബം വരുത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നഷ്ടധൈര്യരാകരുത്. നമ്മൾ അവനെ പ്രഘോഷിക്കണം, അവനെ പങ്കുവയ്ക്കണം. ജനങ്ങൾ അവൻ്റെ വചനം, അവൻ്റെ സ്വരം, അവൻ്റെ പ്രവൃത്തികൾ ഒക്കെ എന്നിലൂടെ കാണട്ടെ, എന്നിലൂടെ കേൾക്കട്ടെ, എന്നിലൂടെ മനസ്സിലാക്കട്ടെ. ബോധ്യത്തോടെ അവനെ പ്രഘോഷിക്കുന്നവരായി മാറാനുള്ള വലിയ ഉൾവിളി ഇന്ന് തമ്പുരാൻ നമുക്ക് തരുന്നുണ്ട് എങ്കിൽ ആ ബോധ്യത്തിൻ്റെ മകനായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓർമ്മയുണ്ടല്ലോ, ഈ കഴിഞ്ഞ ക്രിക്കറ്റ് മത്സരം ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു മത്സരത്തിൽ നമ്മുടെ സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞപ്പോൾ ആ കളിക്കളത്തിൽ മുട്ടുകുത്ത് നിന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ചപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ സാക്ഷിയായിട്ട് തീരുക. അതേപോലെ പൂനക്കാരിയായ ഒരു പെൺകുട്ടി വനിതാ ക്രിക്കറ്റിൻ്റെ മത്സരത്തിൽ ഇതേ ധൈര്യത്തോടുകൂടി ഈശോയെ നന്ദി പറഞ്ഞ് സ്തുതിച്ചപ്പോൾ അതും വലിയ വാർത്തയായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ തമ്പുരാനെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? നമ്മളത്ര ബഹുമാനത്തോടെയൊന്നും കാണുന്ന കൂട്ടരല്ലല്ലോ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ഏതൊരു മനുഷ്യനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അവൻ പറയുന്നതിനിടയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും അവൻ ഇൻഷാ അള്ളാ എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ ദൈവം അനുവദിക്കുമെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം മനസ്സ് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഞാനാണ്, എൻ്റെ പണമാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ സൗന്ദര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതെന്നല്ല അവൻ പറയുമ്പോൾ അവൻ്റെ വാക്കിൽ ദ്യോതിക്കുന്നത് ദൈവം അനുവദിച്ചാലെന്ന്. കൂടെ കൂടെ അറബി വാക്കുകളൊക്കെ പറഞ്ഞ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് തീരുക. തെറ്റ് ചെയ്യുന്നവരുണ്ടാകും, തിന്മ ചെയ്യുന്നവരുണ്ടാകും, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരും ദുർമാതൃക തരുന്നവരും ഒക്കെ ഒത്തിരി ഉണ്ടാകും പ്രിയപ്പെട്ടവരെ.
പക്ഷെ അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ പ്രഘോഷിക്കുന്ന അവരെ കണ്ട് നമ്മൾ പഠിക്കാനുണ്ട് ഒരുപാട്. അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു തന്നതൊക്കെ നന്ദിയോടെ ഓർക്കുമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ ഓർക്കണം. ഞാനും നിങ്ങളുമൊക്കെ പ്രഘോഷിക്കുന്ന ദൈവം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കപ്പെടേണ്ടവനായി മാറണം. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. വചനം പ്രഘോഷിക്കുന്നതിൽ മാന്യം വരാതിരിക്കട്ടെ, തീഷ്ണതയിൽ കുറവ് വരാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.